ഇന്ത്യൻ ടീമിലെ മെല്ലെപ്പോക്ക് അർദ്ധ സെഞ്ചുറിയിൽ മുൻപന്മാർ ആരൊക്കെ? കുറച്ചു ബോൾ കളിച്ച് കൂടുതൽ റൺ നേടാൻ ബാറ്റർമാർ മത്സരിക്കുമ്പോൾ കൂടിയ ബൗളിൽ അർദ്ധശതകം നേടി മുൻപന്മാരായ 3 ഇന്ത്യൻ ബാറ്റർമാരെ പരിചയപ്പെട്ടാലോ? ദാദ് എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് പര്യായമുണ്ടായിരുന്ന നാളിലും പ്രതിസന്ധിയിൽ പോരാളിയെപ്പോലെ പൊരുതി നിന്ന ചില ഇന്നിംഗ്സുകൾ സൗരവ് ഗാംഗുലിയുടെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. 2005 ശ്രീലങ്കയ്ക്കെതിരെ 104 പന്തിൽ നേടിയ 50-ഉം 2007 ബംഗ്ലാദേശിനെതിരെ നേടിയ 105 പന്തിലെ 50-ഉം ദാദയെ മെല്ലെപ്പോക്ക് അർദ്ധശതകത്തിൽ 3ഉം 4ഉം സ്ഥാനക്കാരനാക്കുന്നു. കറങ്ങി അടിക്കാനും കൈ കറക്കി അടിക്കാനും കഴിവുള്ള ക്യാപ്റ്റൻ കൂൾ മഹേന്ദ്ര സിംഗ് ധോണിക്കാണ് മെല്ലെപ്പോക്ക് അർദ്ധശതകത്തിൽ 2ാം സ്ഥാനം. 2007 വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്ന മത്സരത്തിൽ ധോണി കൈക്കുഴ കറക്കി തുഴഞ്ഞു നേടിയത് 107 പന്തിലെ അർദ്ധശതകമായിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇത്തിരി കുഞ്ഞന്മാർക്കെതിരെ എന്നും എപ്പോഴും ആവേശം കാട്ടുന്നവരാണ് ഇന്ത്യൻ ബാറ്റർമാർ. എന്നാൽ അതിനൊരു അപവാദമായി 1999 നെയ്റോബിയിൽ നടന്ന ഏകദിനത്തിൽ ഇന്ത്യയുടെ ശതഗോപൻ രമേശ് എന്ന ബാറ്റർ 110 പന്തുകൾ നേരിട്ട് നേടിയ 50 റൺസാണ് ഇന്ത്യൻ ബാറ്റർ നേടിയ മെല്ലെപ്പോക്ക് അർദ്ധ സെഞ്ചുറിയിൽ ഒന്നാമൻ. 110 പന്തെന്ന് പറഞ്ഞാൽ ഒരു 2020യുടെ ഏതാണ്ട് ഒരു പാതിയായി. 200-250 സ്കോർ ചെയ്യേണ്ട പന്തിലാണ് അമ്മാവന്മാർ 50 അടിച്ചതെന്നുകൊണ്ട് തന്നെ ചരിത്രം ഈ റെക്കോർഡിനെ ചിരിച്ചതല്ലാതെ ഓർക്കാൻ തരമില്ല.